നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് നോക്കാം. മിക്കവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു ഫ്രൈയിങ് പാനോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയോ ഉപയോഗിക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ, കൂടുതൽ ഹെൽത്തി കറി. പിന്നെ ചില നാടുകളിൽ, ചില പ്രദേശങ്ങളിൽ ഇതിന് കടുക് പൊട്ടിച്ചിടാറുണ്ട്. ചിലയിടത്ത് ചേർക്കാറുമില്ല. കോട്ടയം സ്റ്റൈലിൽ കടുക് പൊട്ടിച്ചിടാറുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊട്ടി വരണം. ഇത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു സവോള ഇതുപോലെ വളരെ ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഒരു സവോളയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ തന്നെ 1/4 കപ്പ് നല്ല പച്ച തേങ്ങ ചെറിയ സ്ലൈസസ് ആയിട്ട് വളരെ കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. പിന്നെ പാവയ്ക്ക നല്ല കയ്പുള്ളത് കൊണ്ട് ഇതിലേക്ക് ഒരു ചെറിയ മധുരമുള്ള എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ കയ്പ് കുറയാൻ ഒന്നാമത്തെ ഇതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു വലിയ ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർക്കുക. കൂടാതെ പാവയ്ക്ക 2 വലിയ പാവയ്ക്കാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ നീളത്തിൽ വളരെ കട്ടി കുറഞ്ഞ സ്ലൈസുകളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർക്കുക. എന്നിട്ട് 10 മിനിറ്റോളം ഇത് മീഡിയം ഹീറ്റിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പാവയ്ക്കായിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എപ്പോഴും നല്ല പച്ച പാവയ്ക്ക കൂടുതൽ കയ്പ് കൂടുതലുള്ളതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉണങ്ങിയ മുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പാവയ്ക്ക എപ്പോഴും അരിയുമ്പോൾ ഉപ്പുനീരിലേക്ക് അരിയുക. ആദ്യമേ കഴുകി അതിന് ശേഷം ഈ കഷ്ണങ്ങൾ നമ്മൾ അരിയുന്നത് ഉപ്പുനീരിലേക്ക് അരിഞ്ഞ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്പ് കൂടാതെ ഇരിക്കും. പിന്നെ ഒത്തിരി കയ്പൻ പാവയ്ക്കയാണെങ്കിൽ പച്ച കളറിലുള്ള കയ്പൻ പാവയ്ക്ക നീര് വേണമെങ്കിൽ നമുക്ക് പിഴിഞ്ഞ് കളയാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്രിയൻസും കൂടെയാണ് നഷ്ടപ്പെടുന്നതെന്ന് ഓർക്കുക. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുക. അതിനുശേഷം ഇത് ഏറ്റവും ലോ ഹീറ്റിൽ വെച്ച് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇവിടെ നല്ലതായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇത് തുറന്ന് ഒരു 10 മിനിറ്റോളം ലോ ഹീറ്റിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്ത് പോകണം. എന്നാലേ മെഴുക്ക് പുരട്ടിക്ക് എപ്പോഴും നല്ല രുചി കിട്ടത്തുള്ളൂ. വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ പാവയ്ക്ക വിറ്റമിൻ B12ൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒരു കലവറയാണ്. ഡയബറ്റീസ് ഉള്ളവർ ഇത് തുടർച്ചയായിട്ട് കഴിച്ചാൽ ആ ഡയബറ്റീസ് അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഇനിയും ഉടനെ നിങ്ങളുടെ അടുക്കലേക്ക് ഓടിയെത്തുന്നതായിരിക്കും. താങ്ക് യു.